പൂതനാമോക്ഷം. കൊച്ചുമക്കളെ, ഇന്ന് നമുക്ക് പൂതനയ്ക്ക് മോക്ഷം കിട്ടിയ കഥ പറയാം. ഗോകുലത്തിൽ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. എന്തിനാണിത്ര സന്തോഷമെന്നറിയാമോ? കുട്ടികളില്ലാതിരുന്ന നന്ദഗോപർക്കും യശോദയ്ക്കും ഉണ്ണി പിറന്നിരിക്കുന്നു. ഇത് ഗ്രാമവാസികളെല്ലാം ഒരു ഉത്സവമാക്കി കൊണ്ടാടുകയാണ്. അവിടെ മധുരയിലോ കംസൻ പേടിച്ചിരിക്കുകയാണ്. കംസൻ്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെന്ന് വിഷ്ണുമായ പറഞ്ഞിരുന്നുവല്ലോ. ഇതും ആലോചിച്ച് പേടിച്ചിരിക്കുകയാണ് കംസൻ ഭൃത്യരെ വിളിച്ച് കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഗോകുലത്തിലും ചുറ്റിലുമുള്ള എല്ലാ ഗ്രാമങ്ങളിലും പോയി ഈ അടുത്ത ദിവസങ്ങളിൽ ജനിച്ച കുട്ടികളെയെല്ലാം കൊന്നിട്ടു വരാൻ പറഞ്ഞു. അപ്പോൾ അതിലുണ്ടാകും എൻ്റെ അന്തകനും എന്ന് സമാധാനിച്ചു. കംസൻ രാക്ഷസരാജാവല്ലേ, രാജാവ് എന്തു പറഞ്ഞാലും പ്രജകളും ഭൃത്യരും കേൾക്കണമല്ലോ. അതുകൊണ്ട് ശരി പ്രഭോ, ഞങ്ങൾ പോയി കുട്ടികളെ തിരഞ്ഞു കൊന്നിട്ട് വരാം എന്ന് പറഞ്ഞു. ആ ഇടയ്ക്ക് നന്ദഗോപർ കപ്പം കൊടുക്കാനായി മധുരയിൽ കംസൻ്റെ അടുത്ത് ചെന്നപ്പോൾ കംസൻ നന്ദഗോപരോട് വിശേഷങ്ങളെല്ലാം അന്വേഷിച്ചു. അപ്പോൾ നന്ദഗോപർക്ക് ഉണ്ണിയുണ്ടായ കാര്യം പറഞ്ഞിരുന്നു. കംസന് ഒരു സംശയം, നന്ദഗോപർക്കുണ്ടായ ഉണ്ണി ആയിരിക്കുമോ എൻ്റെ അന്തകൻ എന്ന്. കംസൻ പൂതനയെ അടുത്തു വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: നീ നിന്റെ മാറിടത്തിൽ അതിഘോരമായ കാളകൂട വിഷം പുരട്ടിയിട്ട് ഗോകുലത്തിൽ നന്ദഗോപരുടെ വീട്ടിൽ പോയി കുഞ്ഞിനെ എടുത്ത് മുലപ്പാൽ കൊടുക്കണം. അപ്പോൾ ആ കുഞ്ഞ് മരിച്ചോളും എന്ന്. പിന്നീട് പൂതന മായാവിദ്യകളറിയുന്ന രാക്ഷസിയാണ്. അവൾക്ക് ഏത് രൂപവും വേണമെങ്കിലും എടുക്കാൻ സാധിക്കും. അങ്ങനെ അവൾ ഒരു പക്ഷിയുടെ രൂപം ധരിച്ച് ഗോകുലത്തിൽ പറന്നെത്തി. അവൾ പക്ഷിരൂപം മാറ്റി രാക്ഷസരൂപം എടുത്തു. വലിയ കണ്ണുകളും കോന്ത്രൻ പല്ലും ചിക്കിപ്പറിച്ച മുടിയും ഭയങ്കരം തടിച്ച ശരീരവും കണ്ടാൽ പേടിയാകും. ഇങ്ങനെ നന്ദഗോപരുടെ വീട്ടിലേക്ക് പോയാൽ എല്ലാവരും പേടിക്കും. അതുകൊണ്ട് സുന്ദരിയായ ഒരു ഗോപികയുടെ വേഷത്തിൽ പോകാം എന്ന് കരുതി അവൾ മാറിടത്തിൽ വിഷം പുരട്ടി സുന്ദരിയായ ഗോപികയുടെ വേഷത്തിൽ നന്ദഗോപരുടെ വീട്ടിലേക്ക് പോയി. ഏതോ വലിയ വീട്ടിലെ ഗോപികയായിരിക്കുമെന്ന് കരുതി യശോദയടക്കം എല്ലാവരും സുന്ദരിയായ അവളെ നോക്കി നിന്നു. അവൾ നേരെ ഉണ്ണിയുടെ അടുത്തേക്ക് പോയി. ഉണ്ണി ആരാള്? മഹാവിഷ്ണു അല്ലേ? പൂതന വന്നു എന്നും എന്നെ കൊല്ലാനാണ് വന്നതെന്നും ഉണ്ണിക്കറിയാമായിരുന്നു. ഓ പൂതനെ, നീ വന്നോ? എന്നെ വേഗം എടുത്തോ, നിനക്ക് മോക്ഷം തരാനുള്ള സമയമായി എന്ന് മനസ്സിൽ കരുതി പൂതനയെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ സമയത്ത് പൂതന കുഞ്ഞിനെയും എടുത്ത് കുറച്ചകലെ പോയിരുന്ന് നിന്നെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് മനസ്സിൽ കരുതി കുഞ്ഞിന് പാൽ കൊടുക്കാൻ തുടങ്ങി. അവൾക്കറിയില്ലല്ലോ കുഞ്ഞ് ആരാണ് എന്നുള്ളത്. അങ്ങനെ ഉണ്ണി മാറിൽ അമർത്തിപ്പിടിച്ച് പാൽ കുടിച്ച് പൂതന തളർന്നു. പൂതനയ്ക്ക് വേദനിക്കാൻ തുടങ്ങി. ഉണ്ണി പിടുവിടുന്നില്ല. പൂതന വേദന സഹിക്കവയ്യാതെ രാക്ഷസി രൂപം എടുത്ത് ആകാശത്തേക്ക് ഉയർന്നു. അവൾ ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. കരച്ചിൽ കേട്ട് എല്ലാവരും ഓടിയെത്തി. ഉണ്ണിയെ അവിടെയെങ്ങും കാണുന്നില്ല. ഉണ്ണി എവിടെയെന്നറിയുന്നില്ല. എല്ലാവർക്കും പരിഭ്രമമായി. അപ്പോൾ കുറച്ചകലെ വലിയ മരം വീണ പോലെ ശബ്ദം കേട്ടു. എല്ലാവരും ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കി. അതാ അവിടെ മല പോലെ എന്തോ വീണ് കിടക്കുന്നു. എല്ലാവരും അവിടേക്ക് ഓടി. ആ മലയുടെ മുകളിൽ ഉണ്ണി ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അടുത്തു പോയി നോക്കിയപ്പോഴാണ് അത് മലയല്ല, രാക്ഷസി പൂതനയാണ് എന്ന് മനസ്സിലായത്.
യശോദയും ഗോപികമാരും ഉറക്കെ കരയാൻ തുടങ്ങി. ഗോപന്മാർ പോയി ഉണ്ണിയെ എടുത്തു കൊണ്ടുവന്ന് യശോദയ്ക്ക് കൊടുത്തു. ഈ പൂതനയാണ് നമ്മുടെ ഉണ്ണിയെ കൊണ്ടുപോയത്. ഭഗവാൻ നാരായണൻ്റെ കൃപ കൊണ്ട് നമ്മുടെ ഉണ്ണിക്ക് ഒന്നും പറ്റിയിട്ടില്ല. നാരായണൻ രക്ഷിച്ചു എന്ന് പറഞ്ഞ് യശോദയും ഗോപികമാരും ഉണ്ണിയെയും കൊണ്ട് ഗൃഹത്തിലെ ഉള്ളിലേക്ക് പോയി. ഗോപന്മാരെല്ലാവരും ചേർന്ന് പൂതനയുടെ ശരീരം വീണ് കിടന്ന സ്ഥലത്തു തന്നെ വിറകു കൂട്ടി കത്തിച്ചു. ശരീരം കത്തിയെരിഞ്ഞപ്പോൾ അതിൽ നിന്നും സുഗന്ധം പരന്നു. ഉണ്ണി പാല് കുടിച്ച ശരീരമല്ലേ? ഉണ്ണിക്ക് പൂതന അമ്മയുടെ സ്ഥാനത്താണല്ലോ. അങ്ങനെ ഭഗവാൻ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു. ഇതാണ് പൂതനാ മോക്ഷം കഥ.